അരുൺ, യഥാർത്ഥത്തിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് മുമ്പും പരാതി കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്, മാത്രമല്ല തടവുകാർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം അത് പിടിച്ചെടുത്തോ? SKN സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുതരമായിട്ടുള്ളൊരു കേസാണ് നിലവിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഈ ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. മറ്റ് തടവുകാരിൽ നിന്നാണ് അത്തരം സൂചനകൾ ലഭിച്ചത്. ഇതേ തുടർന്നാണ് യാതൊരു സൂചനയുമില്ലാതെ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് തടവുകാരായിട്ടുള്ള രഞ്ജിത്ത്, അഖിൽ, ഇബ്രാഹിം ബാദുഷ എന്നിവരിൽ നിന്നും ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇപ്പോൾ ജയിൽ അധികൃതർ തന്നെ കണ്ടെത്തിയത്. പിന്നീട് ജയിൽ സൂപ്രണ്ട് അതിന്റെ ഒരു നടപടിക്രമം എന്നോണം അതിൽ പോലീസിൽ പരാതി നൽകി. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടൗൺ പോലീസ് ഇപ്പോൾ ഇതിൽ കേസെടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണ്, എയർപോഡ്, USB കേബിൾ, സിം തുടങ്ങിയവയാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് എന്നതാണ് ഇപ്പോൾ ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൽ കൂടുതൽ പരിശോധന ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ്. ഇത് അടിപിടി കേസിൽ തടവിൽ കഴിയുന്ന പ്രതികളിൽ നിന്നാണ് നിലവിൽ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രമാദമായ നിരവധി രാഷ്ട്രീയ കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെ നിലവിൽ അവിടെ തടവിൽ കഴിയുന്നുണ്ട്. ആ രീതിയിലുള്ള കൂടുതൽ പരിശോധനയിലേക്ക് കടക്കും എന്നതാണ് ജയിൽ അധികൃതർ നിലവിൽ നൽകിയിട്ടുള്ള വിവരം. ഇപ്പോൾ യാതൊരു സൂചനയും ഇല്ലാതെയാണ് ഇന്ന് പകൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഉപകരണങ്ങളെല്ലാം ജയിലിൽ നിന്ന് കണ്ടെത്തിയത്. താങ്ക് യു അരുൺ പൂപ്പറമ്പ. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് അറിയുന്നത് തികച്ചും ഒരു ഷോക്കിംഗ് വാർത്ത തന്നെയാണ്.